ആദ്യം കോൺഗ്രസ് നേതാവ് നിജേഷ് അരവിന്ദ്, കോൺഗ്രസ് മുസ്ലിം സമുദായത്തെയും ക്രിസ്ത്യൻ സമൂഹത്തെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടുപോകുന്ന ഒരു നിലപാട് സ്വീകരിച്ചു വരുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ ബുധനാഴ്ച ബിൽ അവതരിപ്പിക്കാനിരിക്കുന്നു. KCBC ഇതിനകത്തൊരു നിലപാടെടുത്തിരിക്കുന്നു. ലീഗിനെ പിണക്കാതിരിക്കണം, സഭയുടെ ആവശ്യങ്ങൾക്ക് മുഖം തിരിക്കാതെ ഇരിക്കണം. ഏത് തരത്തിലുള്ള ഒരു പ്രതിരോധത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നു? ഇനി എങ്ങനെയാണ് ഈ പ്രതിഷേധം ശക്തമാക്കുക? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാണ്. ഇന്ത്യയിലെ നിയമങ്ങൾ, ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇന്ത്യ രാജ്യത്ത് അമെൻഡ് ചെയ്യുന്ന, മാറ്റം വരുത്തുന്ന ഏതൊരു നിയമത്തിലും അഭിപ്രായം പറയാനുള്ള കഴിവുണ്ട്, കപ്പാസിറ്റിയുണ്ട്. ആ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഞങ്ങൾ ഈ ബില്ലിനെ കാണും. ഇപ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വാളുമായി വരുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ്, BJP ഗവൺമെന്റ് ദീർഘകാലമായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു അജണ്ട, ആ അജണ്ട നടപ്പിലാക്കുന്നതിന് എതിരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാട്. അതിന് കേവലം ഏതെങ്കിലും നിലപാടുകൾക്കനുസരിച്ച് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ എന്തായാലും മാറ്റാൻ ഉദ്ദേശിച്ചിട്ടല്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ കണ്ടിട്ടല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഷ്ട്രീയ നിലപാടുകൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതേസമയം എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും ഔന്നത്യമായ സമീപനങ്ങളിൽ ഒന്നാണ്. അവിടെ ഭൂരിപക്ഷമില്ല, ന്യൂനപക്ഷമില്ല. എല്ലാവരെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ട്, എല്ലാവരെയും പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടിയുടെ നയമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ നയം വഖഫ് ബില്ലിൽ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന 45 ഭേദഗതികളെ JPC-ക്കകത്ത് ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. വരാൻ പോകുന്ന ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന സാഹചര്യം വന്നാൽ ആ ബില്ലിനെ ചർച്ചയിൽ പങ്കെടുത്ത് അതിലെ ഓരോ കാര്യങ്ങളിൽ ഭേദഗതി നിർദ്ദേശിക്കേണ്ട സമയത്ത് നിർദ്ദേശിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും. ഇതിൽ വെട്ടിലാവുകയോ തട്ടിപ്പോവുകയോ ഇതിനകത്തുനിന്ന് കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഈ 4 കോൺഗ്രസ് MP-മാർ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. ബില്ലിനെ പൂർണ്ണമായിട്ടും എതിർക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട്, ഭാഗികമായിട്ടാണ് എതിർക്കേണ്ടത്, അല്ലെങ്കിൽ ചില വ്യവസ്ഥകൾക്കനുസരിച്ച്. അത് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MP-മാർ പോലും വ്യക്തമാക്കിയിരിക്കുന്ന നിലപാടല്ലേ? അപ്പോൾ പാർട്ടിക്കകത്ത് ആശയക്കുഴപ്പമുണ്ട് ഈ വിഷയത്തിൽ, ഒറ്റ അഭിപ്രായമല്ല എന്നുള്ളത് വ്യക്തമല്ലേ? അപർണയ്ക്ക് എങ്ങനെ അറിയാമെങ്കിൽ ഏതാണ് ആ 4 MP-മാർ, അവരുടെ പ്രശ്നം എന്താണ് എന്ന് പൊതുവേദിയിൽ അവർ ചർച്ച ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്റെ അറിവിലേക്ക് കൂടി അത് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും. അല്ലാത്ത സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിക്ക് KCBC-യെ പരിപൂർണമായിട്ടും എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകണ്ട എന്ന് കരുതുന്ന MP-മാർ കോൺഗ്രസിനകത്തില്ല എന്നുള്ളൊരു ആത്മവിശ്വാസമാണോ ശ്രീ നിജേഷ് അരവിന്ദ്? അല്ല, ആ തരത്തിലുള്ള ഒരു സംസാരത്തിലേക്ക് കേരളത്തിലെ MP-മാർ, അങ്ങ് രാജ്മോഹൻ ഉണ്ണിത്താൻ മുതൽ ശശി തരൂർ വരെ നീണ്ടുകിടക്കുന്ന ആ MP-മാർ കേരളത്തിലെ എല്ലാവരെയും റെപ്രസെന്റ് ചെയ്യുന്ന MP-മാരാണ്. അവർക്ക് കോൺഗ്രസ് ആണ് അവരെ MP ആക്കിയത്, ജനങ്ങളാണ് അവരെ തെരഞ്ഞെടുത്തത്. കോൺഗ്രസ് ആണ് സ്ഥാനാർത്ഥിയാക്കിയത്, ജനങ്ങളാണ് അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ബാധ്യത ജനങ്ങളോടാണ്, അതേപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടുമാണ്. അവർ കേൾക്കാൻ, ഏത് സംഘടന അഭിപ്രായം പറഞ്ഞാലും കോൺഗ്രസിനോട് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞാലും അത് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ കോൺഗ്രസ് ഇന്നത് ചെയ്യണം എന്ന് ആരെങ്കിലും ആജ്ഞാപിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അതിനെ സ്നേഹപൂർവ്വം അതിനോട് ഒന്നുകൂടെ ക്ലിയർ ആവാനാണ്. ബുധനാഴ്ച മണിക്കൂറുകളാണ്, ബുധനാഴ്ച ഈ ബില്ല് പാർലമെന്റിൽ എത്തുമ്പോൾ ഒറ്റക്കെട്ടായി കോൺഗ്രസ് ബില്ലിനെ എതിർക്കും, അതാണ് പറയുന്നത്. അതാണ് കേന്ദ്ര നേതൃത്വ നിലപാട്. ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയക്കുഴപ്പം എവിടെയും ഉണ്ടാവില്ല. KCBC-യുടെ ഈ ആവശ്യം അതൊരു സമ്മർദ്ദമായിട്ട് കോൺഗ്രസ് എടുക്കുന്നുമില്ല, അതാണ് ഫൈനൽ. ഈ വഖഫ് ബില്ല്, പുതിയ ബില്ലിനെതിരെ കോൺഗ്രസിന് വ്യക്തമായ നയമുണ്ട്. ഭേദഗതികൾ കോൺഗ്രസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. മാറിയ സാഹചര്യത്തിൽ ഇതിന് സ്വീകാര്യമല്ലാത്ത ഓരോ പാർട്ടിനെയും ഐക്യകണ്ഠേന ഒറ്റക്കെട്ടായി എതിർക്കേണ്ടിടത്ത് എതിർക്കും. അതാണ് കോൺഗ്രസിന്റെ നയം.